സിനിമാ കഥയെ വെല്ലുന്ന ഒരു ജയിൽ ചാട്ടമാണ് ഫ്രാൻസിലെ ലിയോൺ കോർബാസ് ജയിലിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായത്. അധികം കഠിനാധ്വാനത്തിനൊന്നും മെനക്കെടാതെ ശിക്ഷാ കാലാവധി അവസാനിച്ച് പുറത്തിറങ്ങുന്ന സഹതടവുകാരന്റെ ബാഗിൽ ശ്വാസം അടക്കിപ്പിടിച്ച് ഒളിച്ചിരുന്ന് പുറത്തു കടക്കുകയായിരുന്നു ഇയാൾ. ഇപ്പോൾ ജയിൽ ചാടിയ ഈ വിരുദ്ധനെ തിരഞ്ഞ് നെട്ടോട്ടമോടുകയാണ് പോലീസ്. അഞ്ജലി ജോൺ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഞ്ജലി, ഈ ശ്വാസം അടക്കി പിടിച്ച് ബാഗിനുള്ളിൽ ഇരുന്ന് പോവുക എന്നൊക്കെ പറയുന്നത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതും ജയിലിൽ നിന്ന് ശിക്ഷാവിധി കഴിഞ്ഞു പോകുന്ന ഒരു സഹതടവുകാരൻ്റെ ഇത്രയും വലിയൊരു ബാഗൊക്കെ ആയിട്ട് പോകുമ്പോൾ ഒരു സംശയമൊക്കെ തോന്നിയില്ലേ? ചേട്ടാ, എന്താണല്ലേ നമ്മൾ ഈ വാർത്ത കേൾക്കുമ്പോൾ ആദ്യം വിചാരിക്കുന്നത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ, എന്തായാലും ഒരു കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, അങ്ങനെയൊക്കെ പറ്റിക്കാൻ പറ്റുമോ എന്നുള്ള ചിന്തകളൊക്കെ ആയിരിക്കും ആദ്യം മനസ്സിലെത്തുന്നത്. പക്ഷേ ഇത് സംഭവം ശരിക്കും സംഭവിച്ചതാണ് കേട്ടോ. റിയൽ ആണ് ഇങ്ങനൊരു കാര്യം നടന്നു എന്നുള്ളത്. ഇത് നടക്കുന്നത് ഫ്രാൻസിലാണ്. അത് ഏറ്റവും ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം സന്ധ്യ പറഞ്ഞതുപോലെ തന്നെ ഏകദേശം ഇത്രയും നേരമൊക്കെ ശ്വാസം അടക്കി പിടിച്ച് എങ്ങനെയാ ഒരാൾക്ക് ബാഗിൻ്റെ അകത്ത് ഇരിക്കാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ എനിക്കും ആലോചിക്കാൻ പോലും പറ്റില്ല. നമുക്ക് സെക്കൻഡ്സ് പോലും ഭയങ്കര പാടാണ് ഹോൾഡ് ചെയ്യാൻ. ഇതുപോലെ ഫ്രാൻസിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. 20 വയസ്സ് മാത്രം പ്രായമുള്ളൂ ഈ തടവ് പുള്ളിക്ക്. അതിലെ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ചെറിയ പ്ലാനിങ് ഒന്നും ആയിരിക്കില്ലല്ലോ അല്ലേ, ഒരുപാട് നാളത്തെ പ്ലാനിങ് തന്നെയായിരിക്കും ഇതിന് പിന്നിലുള്ള നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതാണ്. അതുപോലെ ഇവർ തിരിച്ചറിയാണ് അവരുടെ കൂടെയുള്ള ഒരു സഹതടവുകാരൻ കുറച്ച് ദിവസങ്ങൾക്കകം ഇവിടുന്ന് റിലീസാവുകയാണെന്ന് അവർ തിരിച്ചറിയുന്നു. അങ്ങനെ ഇത് പ്ലാൻ ചെയ്യാണ്. അങ്ങനെ ഈ 20കാരനുമായിട്ട് അവർ കോൺവെർസേഷൻസ് ഒക്കെ നടത്തിയിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ വലിയ ചർച്ചകൾക്കുള്ളിൽ ഇവർ തീരുമാനിക്കുകയാണ് എന്തായാലും രക്ഷപ്പെടണം എന്നുള്ള സാധനമൊക്കെ മനസ്സിലുണ്ട്. പക്ഷേ മറ്റേ സിനിമയിലൊക്കെ പറയുന്ന പോലെ എനിക്ക് ചെറുതായിട്ട് വിയർപ്പിന്റെ അസുഖമുണ്ട് കേട്ടോ എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ വിയർക്കാനൊന്നും വയ്യ. പക്ഷേ എളുപ്പത്തിൽ എങ്ങനെ എസ്കേപ്പ് അടിക്കാമെന്നുള്ളൊരു വലിയൊരു ഡിസ്കഷന് ശേഷമായിരിക്കാം ഇതുപോലൊരു കാര്യത്തിലേക്ക് എത്തുന്നത്. അങ്ങനെ ഈ സഹതടവുകാരൻ ജയിലിൽ നിന്ന് മോചിതനാവുന്നു. അപ്പോൾ ആളുടെ കയ്യിലൊരു വലിയ ബാഗുണ്ട്. അതിൽ ഈ പറയുന്ന ആള് അങ്ങനെ ഭയങ്കര ഒതുങ്ങി ചെറുതായിട്ട് ഈ ബാഗിൻ്റെ അകത്തേക്ക് അങ്ങ് ചുരുണ്ടുകൂടുക. അങ്ങനെ ആകെ ഇയാൾക്ക് വേണ്ടി വന്നത് കുറച്ചു നേരം ശ്വാസം ഒന്ന് അടക്കി പിടിച്ചിരിക്കേണ്ട വന്നു എന്നുള്ളതാണ്. ഈ സംഭവം നടക്കുന്നത് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. വെള്ളിയാഴ്ചയാണ് ഈ സംഭവം ഫ്രാൻസിൽ നടക്കുന്നത്. എന്തായാലും ഇയാളെ തേടിയിട്ട് പോലീസ് ഇങ്ങനെ പരക്കം പാഞ്ഞ് നടക്കുകയാണ്. വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ഒരു കേസിൽ മാത്രമല്ല കേട്ടോ, നിരവധി കേസുകളിൽ പ്രതിയാണ്. ആള് ഒന്ന് സൂക്ഷിക്കേണ്ട ആളാണ്, കുറച്ച് ഡേഞ്ചറസ് ആണ്. എന്തായാലും പോലീസ് പിന്നാലെ തന്നെയുണ്ട്. എന്തായാലും ഈ വാർത്തയൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഇവിടെയുള്ള ആൾക്കാർക്കും ഇങ്ങനത്തെ ചിന്തകളൊക്കെ തോന്നാം. പക്ഷേ പോയാലും എവിടം വരെ പോവാനാ, പോലീസ് ഒരു ദിവസം പിടിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. വേറൊരു ആശങ്ക കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ രേഖപ്പെടുത്തുകയാണ്. ഈ ഫ്രാൻസിലെ ഈ ജയിൽ എന്ന് പറയുന്നത് ചെറിയ ജയിലാണ്. അതിൽ 678ഓളം ആളുകളെയാണ് ഇതിൽ പാർപ്പിക്കാനുള്ള സ്ഥലമൊക്കെ ഉള്ളൂ. പക്ഷേ ഇതുപോലെ ഈ പറഞ്ഞ പോലെ ഇന്റർനാഷണൽ ഏജൻസിയിലൊക്കെ ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ അവരെല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു കാര്യമാണ്, ഈ ജയിലിൽ ഇതുവരെ ഉള്ളത് മെയിലാണ് ലാസ്റ്റായിട്ട് ഇവിടുത്തെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു സംഭവം പുറത്തു വരുന്നത്, റിപ്പോർട്ട് പുറത്തു വരുന്നത്. ആ റിപ്പോർട്ടിൽ പറയുന്നത് 678 ആളുകളെ പാർപ്പിക്കേണ്ട അടുത്ത് 1200ഓളം തടവുകാർ ഈ ജയിലിലുണ്ട് എന്നുള്ള കാര്യമാണ്. അപ്പോൾ എന്നിട്ടും ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം അവർ കുറച്ച് ലേറ്റ് ആയിട്ടൊക്കെ കാര്യങ്ങൾ കണ്ടെത്തുകയും അങ്ങനെ വേണ്ടി വന്നത്. അങ്ങനെ ഒരു ആശങ്ക കൂടി അവർ പറയുന്നുണ്ട്. എന്തായാലും ഒരു ജയിലുകളിലും തടവ് പുള്ളിക്കാർ കൂടുന്നു എന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ അഞ്ജലി? അപ്പോൾ ആ ഒരു ആശങ്ക നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ഒരു ആശങ്കയാണ്.